മുഹമ്മദ് പട് ജാഹിലായിരുന്നു എന്ന് പറയാനുണ്ട്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമുക്ക് ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവൂലേ. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഓരോ മുസ്ലിമിന് പകരവും അള്ളാഹു ഓരോ ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിലേക്ക് തള്ളിവിടും. എന്നിട്ട് മുസ്ലിങ്ങൾ പറയും നിനക്ക് മുസ്ലിങ്ങളോട് പടച്ചോൻ പറയും നിനക്ക് പകരമാണ് ഇവനെ ഇട്ടത് കേട്ടോ, ഇനി നീ സ്വർഗത്തിൽ പോയിക്കോ, ഇവൻ നരകത്തിൽ പോട്ടറാ പോ. നീതിമാനായ പടച്ചവൻ, ഞാൻ പറഞ്ഞു ഒന്നുമല്ലടേ ഇത്, എന്നെ തെറി പറയുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിലുള്ളതാണെന്നേ. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 3-ാമത്തെ വാല്യം 49-ാമത്തെ ഭാഗം ഹദീസ് 49. ആ മുസ്ലിങ്ങൾ വൃത്തികെട്ടവരാണ്. ആ ബഹുദൈവ വിശ്വാസികള്, നസ്രാണികള്, മുസ്ലിം അല്ലാത്ത ആളുകളെയൊക്കെ കൊന്നേക്ക്. ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒക്കെ നികുതി കൊടുത്തിട്ട് വേണമെങ്കിൽ ജീവിച്ചോളാൻ പറ. അവര് അധപ്പതിച്ച ഒരു ജനതയായിട്ട് അനുഭവപ്പെടും. ഖുർആൻ തന്നെ ക്രിസ്ത്യാനികളെ കുറിച്ചും യഹൂദന്മാരെ കുറിച്ചും നസാറാക്കളെ കുറിച്ചും എന്തൊക്കെയാ പറയുന്നത്. നിങ്ങൾ നോക്കുക, കുറച്ച് അധ്യായങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3:28, 2:191, 5:33, 8:12, 8:39, 8:55, 9:5, 14:24, 9 തന്നെ, 28, 29, 123 ഒക്കെ അത് തന്നെയാണ്. ചുമ്മാ നിങ്ങൾ ഇരിക്കുമ്പോൾ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു നോക്കും. ഒരു മുൻധാരണകളുമില്ല. അത് മുസ്ലിങ്ങളോടാ പറയുന്നത്, മറ്റുള്ളവരോട് പറയുന്നത് വായിക്കരുത് നാട്ടെ, വെറുതെ നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്, വെറുതെ കളയരുത്. വല്ല ബാലമംഗളമോ ബാലരമയോ ഒക്കെ വായിച്ച് ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഇത് വായിച്ച് വെറുതെ സമയം, മറ്റവരൊന്ന് വായിച്ചോട്ടെ, അവരുടെ ഫ്രസ്ട്രേഷൻസ് എങ്കിലും അങ്ങ് തീർന്നു കിട്ടും. ഒരു മുസ്ലിമും മരിക്കത്തില്ലത്രേ. അള്ളാഹു അവന്റെ സ്ഥാനത്ത് ഒരു ജൂതനെയോ ക്രിസ്ത്യാനിയെയോ നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ടല്ലാതെ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 3-ാം വാള്യം 49-ാമത്തെ ഭാഗം 50-ാമത്തെ ഹദീസ്. എന്താണെന്ന് നോക്കിയേ, ഈ പടച്ചോൻ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ഒക്കെ സൃഷ്ടിക്കാതിരുന്നാ പോരായിരുന്നോ? അവരെയൊക്കെ സൃഷ്ടിച്ചിട്ട് 4-ാം മാസത്തിൽ അവരുടെയൊക്കെ മാതാവിന്റെ ഗർഭാശയത്തിൽ അവരായിരുന്ന സമയത്ത് അവരുടെയൊക്കെ തലച്ചോറിൽ അവരെന്ത് ചെയ്യണം, എത്ര ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ എഴുതി രേഖപ്പെടുത്തി വെച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം അവരെ ശിക്ഷിച്ചിട്ട് സുഖിക്കുന്ന ഒരു പടച്ചോൻ. മുസ്ലിങ്ങൾ ഒരിക്കലും യഹൂദരെയും ക്രൈസ്തവരെയും ഉറ്റമിത്രങ്ങളാക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. സത്യവിശ്വാസികളെ, അതായത് മുസ്ലിങ്ങളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുതേ. 5-ാം അധ്യായം 51-ാമത്തെ വചനം. മാനസിക രോഗമാണ്. യഹൂദരും ക്രിസ്ത്യാനികളും നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് മുമ്പ് അവരെ നിങ്ങൾ അഭിവാദ്യം ചെയ്ത് തലക്കനം പഠിപ്പിക്കുക. ആരോടും താഴെ, നമ്മൾ പറയുന്നത് തണനിലത്തെ നീരോടും അല്ലെ, അവിടെ ദൈവം തുണ ചെയ്യുന്നു. പണ്ടേ നമ്മൾ കേട്ട് പഠിച്ചതാ. ഞാൻ ദൈവവിശ്വാസി അല്ല കേട്ടോ, ചൊല്ലു പറഞ്ഞതാ. അപ്പോ നിങ്ങളെ യഹൂദനെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വഴിയിൽ കണ്ടുമുട്ടിയാൽ അതിന്റെ ഇടുങ്ങിയ ഭാഗത്തേക്ക് അവരെ വിടണം. അവരെ നിർബന്ധിച്ചിട്ട് ഇടുങ്ങിയ, നിങ്ങൾ എന്നിട്ട് വിശാലമായിട്ട് നെഞ്ചു വിരിച്ചങ്ങോട്ട് നടക്കണം. അവരുടെ കയ്യിൽ നിന്ന് നെഞ്ചിൽ ഓട്ട വീഴുമ്പോഴും പഠിച്ചോനൊന്നും ഉണ്ടാകത്തില്ല. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2167-ാമത്തെ ഹദീസാണ്. നമ്മുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ വാടേ, നമുക്ക് ഡിബേറ്റ് ചെയ്യാം വെറുതെയെങ്കിലും. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും മുഴുവനും പുറത്താക്കിയതിന് ശേഷമല്ലാതെ ഞാൻ വിശ്രമിക്കില്ല എന്ന് മമ്മദണ്ണൻ. എന്നിട്ട് മമ്മദണ്ണൻ ചത്തുപോച്ച് അവസാനം ചീഞ്ഞളിഞ്ഞ് അവിടെ കിടന്ന് ചേരിച്ചു. അന്ന് ഈ ശവപ്പെട്ടിയൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നബി സത്ത പോലെ കിടന്നതല്ല, സത്തുപോച്ച്. എന്നിട്ട് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ സൃഷ്ടിച്ചിട്ടേ അവരെ അങ്ങനെ നരകത്തിലേക്ക് ഇട്ടിട്ട് അവര് കത്തുമ്പോൾ അള്ളാഹുവിനൊരു സന്തോഷം. പടച്ചോൻ അങ്ങനെ സന്തോഷിച്ച ഒരാളാണ്. അല്ലാതെ പടച്ചോന് സന്തോഷിക്കാൻ ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, ഹൂറികളൊന്നും പടച്ചോന്റെ അടുത്തേക്ക് പോകത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ പടച്ചോന് പിന്നെ മറ്റുള്ളവർ കളിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നതാണ് പടച്ചോന് ഇഷ്ടം. ബെഡ്റൂമിലേക്ക് എത്തി നോക്കുക, ബെഡ്റൂം സീനുകള്, വെറൈറ്റി കളികളൊക്കെ കണ്ടിട്ട് ആകാശത്തിരുന്ന് അങ്ങനെ സുഖിക്കുക, ഇതൊക്കെയാണ് കക്ഷിയുടെ ജോലി അല്ലേ. ഇടയ്ക്ക് കക്ഷി ബോറടിക്കുമ്പോഴേക്ക് ഹമാസിനോട് പറയും, പോയി ചൊറിയടാ ഇസ്രായേലിനെ, ചൊറിയും. പിന്നെ കുറച്ച് രക്തം കാണണം കുറച്ച് സമയം.
എപ്പോഴും ലോഷൻസ് കക്ഷിക്ക് വലിയ താല്പര്യമാണ്. ബെഡ്റൂമിലാണെങ്കിലും കക്ഷിക്ക് അത് തന്നെയാണ് കാണേണ്ടത്. അങ്ങനത്തെ ഒരു കൊച്ചുകുട്ടിയുടെ ഹൃദയമാണെന്ന് ആ ഗള്ളൻ, കൊച്ചു ഗള്ളൻ എല്ലാ ബെഡ്റൂമുകളിലേക്കും രാത്രിയിലൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഒളിഞ്ഞു നോക്കും. അള്ളാഹുവിൻ്റെ ഒരു ഭാഗ്യമേ, വ്യത്യസ്തമായിട്ടുള്ള എത്ര കളികൾ കാണാം, ഏതൊക്കെ രാജ്യക്കാരുടെ കളികൾ കാണാൻ പഠിച്ചോന്. അപ്പം ഇതാണ് പഠിച്ചോന്റെ ജോലി. എന്നിട്ട് ഇതെല്ലാം എഴുതി വെച്ചിട്ട് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നരകത്തിലിട്ട് പൊരിച്ചെടുത്തിട്ടേ അത് കണ്ടിട്ട് സുഖിക്കുക. അയ്യോ, എമ്മാതിരി മാനസിക രോഗമാണിത്. ഇത് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പിരിവിടും. നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ പുസ്തകത്തിനകത്തുള്ളതല്ലേ അത്. ഭാര്യ ഭർത്താവിനെ അല്ല, അങ്ങനൊരു സാധനം ഇല്ലല്ലോ. ഭർത്താവ് വിളിച്ചു, അതെ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഭാര്യ പറഞ്ഞു, അല്ല ഇപ്പൊ എനിക്ക് വലിയൊരു യു ആർ നോട്ട് എലിജിബിൾ ഫോർ 72 ഹൂറീസ്. ഇല്ല, എനിക്ക് വേണ്ട കേട്ടോ, 72 പോയിട്ട് ഒന്ന് പോലും വേണ്ട കേട്ടോ. ആ സ്വർഗത്തിന്റെ അയലത്ത് പോലും പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത് കളി വീടാ. കളിയും കുളിയില്ല, കളി മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. തീറ്റിയില്ല, കുടിയില്ല, പിന്നെ ഇവിടെ മലമൂത്ര വിസർജനമില്ല, ടോയ്ലറ്റ് ഒന്നും കുടിക്കാനും കോരാനും ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. പിന്നെ കക്കൂസി പോകണം, വെള്ളം എടുക്കണം, കഴുകണം, പറക്കണം, സമയം കുറെ പോകത്തില്ലേ. അത്രയും സമയം കൂടെ പഠിച്ചുകൊണ്ട് കളി കാണണ്ടേ. അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വിളിച്ചാലും നിർബന്ധിച്ചാലും പോകുന്നില്ല. അതുകൊണ്ട് അല്ല ആയിഷ, കുഴപ്പമില്ല. ഞാൻ ഇനിയിപ്പൊ പടച്ചോൻ അയച്ച ഒരു ചെകുത്താന്റെ കോലമാണെങ്കിൽ അതിന്റെ ഉത്തരവാദി നിന്റെ പടച്ചോനല്ലേ ചോദിച്ചേ. നീ മലക്കിന്റെ കോലമാണോ? നിന്റെ ഫോട്ടോ എടുക്കുന്നിട്ടേ നോക്കട്ടെ. അല്ല, മലക്കിനെ ഞങ്ങൾ കണ്ടിട്ടില്ലേ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. ഒന്നും വിചാരിക്കല്ലേ, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നിന്റെ ഫോട്ടോ എടുക്കുന്നിട്ടേ വെച്ച് നോക്കട്ടെ. ഞാൻ ചെയ്താനായിട്ട് വെച്ച് നിന്റെ പടച്ചോനെക്കാട്ടിൽ എത്രയോ നല്ലതാ വെച്ച്. നിന്റെ പടച്ചോന് വല്ല കാരുണ്യമുണ്ടോ, മാനവികതയുണ്ടോ? പടച്ചോനാണെങ്കിലോ പിശാജാണെങ്കിലോ സൂപ്പർ സ്റ്റാറാ. കണ്ടില്ലേ ഓരോ ബെഡ്റൂമിൽ. അപ്പൊ ഭർത്താവ് പറയുന്നു, അതേ എനിക്ക് കുറെ ഹെവി ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എന്ന് എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നീ മുട്ടിഞ്ഞു പോകുകൂടി. കാരണം പടച്ചോൻ വളരെ ആഗ്രഹത്തോടു കൂടി രാത്രി തിന്നേം കുടിക്കുകയൊക്കെ ചെയ്തിട്ട് സിംഹാസനത്തിൽ വന്ന് അങ്ങനെ ഇരുന്നത് ഒരു കളി കാണാമെന്ന് നോക്കിയപ്പോൾ ഈ സ്ത്രീ സമ്മതിച്ചില്ല. അപ്പൊ നേരം വെളുക്കുന്ന ഒരു പടച്ചോൻ പറയാണ്, നീ ഉരുപ്പിടിക്ക മാട്ടേ, നീ മണ്ണും മണലുമാ പോവേ, മാവിടിച്ച കപ്പ് പോലെ പോവേം, കടുകുരുളം പോലെ ഉരുളുവേം, പാത്തുക്കോ. ഇങ്ങനെ പടച്ചോൻ നേരം വിളിക്കുന്നവരെ ശപിക്കുക. അത് കേട്ടിട്ട് മലക്കുകൾ ആമീൻ ആമീൻ. കാരണം പടച്ചോന്റെ കളി കാണല് ആസ്വാദനം ഇല്ലാതാക്കിയല്ലോ. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ, ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ നമ്മുടെ പുസ്തകം പറയുന്നതാ. ഇങ്ങനെയൊക്കെ പറയുന്ന അറിയാമോ നമ്മളെ? ആണോ എന്ന ഒരു മൂലയ്ക്ക് അവിടെ നിന്ന് കേൾക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ സംഗതിയിട്ട് അവിടെ നിൽക്കുക വെച്ചേ. അപ്പൊ അള്ളാഹു യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ ശത്രുതയും വിദ്വേഷവും ഇട്ടുകൊടുക്കും എന്ന് ഖുർആനിലെ 5-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വചനത്തിൽ പറയുന്നു. ഇതിന്റെ കാരണം ആരാ? അപ്പോ പലസ്തീനും ഇസ്രയേലും തമ്മിലുണ്ടായ ഈ സകലമാന പ്രശ്നങ്ങൾക്കും കാരണമാരാ? പടച്ചോൻ അല്ലേ? പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാരാ? പടച്ചോൻ. ബാലാക്കോട്ട്, പുൽവാമ, മുംബൈ എല്ലാത്തിന്റെയും സൂത്രധാരനാരാ? പടച്ചോൻ. ഇന്ത്യയോട് വിരോധം ഇട്ടുകൊടുത്തതാരാ? പടച്ചോൻ. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ഇത് നമ്മൾ ആരെങ്കിലും പറഞ്ഞതാണോ? ഖുർആനിൽ നമ്മൾ ഈ പറയുന്ന വചനങ്ങളൊക്കെ അതിനകത്തുണ്ടോന്ന് നോക്കിയിട്ട് വായോ.